വെൽക്കം ടു എം ടുട്ട യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇതുവരെ വന്ന എം ടിയുടെ ഒഫീഷ്യലായിട്ട് വന്ന അനൗൺസ്മെൻറ്റ്സും കാര്യങ്ങളാണ് നോക്കുന്നത്. അതുകൂടാതെ നമുക്ക് എങ്ങനെ ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ മുൻപിൽ അപ്ലൈ ചെയ്യാനുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായി ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൂടാതെ നമുക്കറിയാം റീസെൻ്റ്ലി കുറേ ഡിജി ലോക്കർ പോലുള്ള പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ തരണം ചെയ്യാം, ഇനി ചെയ്യാത്തവർ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നിലവിലുള്ള പബ്ലിക് നോട്ടീസ് പ്രകാരം നമുക്കറിയാം നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം അപ്ലൈ ചെയ്യാനുള്ള സബ്മിഷൻ ഡേറ്റ് 29 ഏപ്രിൽ 2026 ടു 20 മെയ് 2026 വരെയാണ്. അത് 20 മെയ് 2026 ആണെങ്കിൽ അപ് ടു 11:50 PM വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളൂ. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ അവർ വളരെ കൃത്യമായിട്ട് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 മെയ് 2026 അപ് ടു 11:50 PM. അപ്പോൾ ഇനി ആരെങ്കിലും ചെയ്യാത്തയുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുൻകൂട്ടി ഇനി എന്തെങ്കിലും തടസ്സം നേരിടുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവുക. പിന്നെ നമുക്ക് കറക്ഷൻ വിൻഡോ ഇതിന് ശേഷം ഓപ്പൺ ആവുന്ന തീയതി അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 22 മെയ് 2026 ടു 24 മെയ് 2026 അപ് ടു 11:50 PM ആണ്. പിന്നെ എക്സാം നിങ്ങൾ ചൂസ് ചെയ്യുന്ന എക്സാമിൻ്റെ സിറ്റികൾ അനൗൺസ് ചെയ്യുന്നത് 10 ജൂൺ 2026 ആയിരിക്കും. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം 15 ജൂൺ 2026 കൂടി ലഭ്യമാകും. പിന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ ഇവർ പറഞ്ഞിരിക്കുന്നത് ഓരോരോ സബ്ജക്ട് പ്രകാരം 22 ജൂൺ മുതൽ 30 ജൂൺ വരെയാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. അപ്പോൾ അത് വഴിയെ നമുക്ക് സൈറ്റ് ത്രൂ നിങ്ങളുടേതായ സബ്ജക്റ്റ് അനുസരിച്ച് എന്താണ് എക്സാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അഡ്മിറ്റ് കാർഡിലൂടെ നമുക്ക് മനസ്സിലാകും. പിന്നെ സെൻറ്റർ ഡേറ്റ ഷിഫ്റ്റ് അതൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുണ്ടാകും. അതനുസരിച്ചിട്ട് നിങ്ങൾ കൃത്യമായി ആ പറഞ്ഞിരിക്കുന്ന ഷിഫ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന സെൻറ്ററിൽ നിങ്ങൾ പോയി എക്സാം അറ്റൻഡ് ചെയ്യുക. പിന്നെ ഡിസ്പ്ലേ ഓഫ് റെക്കോർഡഡ് ആൻസേഴ്സ് ആൻഡ് റെസ്പോൺസസ് അത് ലേറ്റർ ആയിട്ട് വെബ്സൈറ്റിൽ അറിയിക്കുമെന്നാണ് അവർ നോട്ടീസ് പ്രകാരം അറിയിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഏതിലൂടെയാണ് അതായത് നെറ്റിന് അപ്ലൈ ചെയ്യാൻ ഏത് വെബ്സൈറ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. UGCnet.nta.nic.in അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ കയറിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. കൂടാതെ ആപ്ലിക്കേഷൻ ഫീ ഓരോ കാറ്റഗറി വൈസ് ഉള്ള ആപ്ലിക്കേഷൻ ഫീ അവർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ജനറൽ അല്ലെങ്കിൽ അൺറിസർവ്ഡ് ആണെങ്കിൽ 1150 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരിക. ജനറൽ EWS അല്ലെങ്കിൽ OBC NCL കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിൽ 600 റുപ്പീസാണ്. SC ST PWD തേർഡ് ജെൻഡർ മുതലായ കാറ്റഗറീസിലുള്ളവർക്ക് 325. അപ്പോൾ പിന്നീട് അവർ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. നമുക്ക് ജൂണിൽ നടക്കുന്ന UGC നെറ്റ് എക്സാം ഓൺലൈൻ മോഡിലായിരിക്കും. നിങ്ങൾ അതിനായി അപ്ലൈ ചെയ്യേണ്ടത് UGCnet.nta.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ്. പിന്നെ അതിന് സബ്മിഷൻ നമുക്ക് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു രീതിയിലും നമുക്ക് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ആപ്ലിക്കേഷനാണ് ഒരു കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിജക്റ്റ് ആവുകയാണ് ചെയ്യുക. പിന്നെ കാൻഡിഡേറ്റ് നിങ്ങളുടേതായ രീതിയിലുള്ള ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും കാര്യങ്ങളും എല്ലാം ആപ്ലിക്കേഷൻ ഫോമിൽ കൃത്യമായി വായിക്കുക. പേരൻസിൻ്റെ ഗാർഡിയൻസിൻ്റെ ഒക്കെയുള്ള കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി നോക്കുക. പിന്നെ രജിസ്റ്റേർഡ് ഇമെയിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ മുൻകൂട്ടി പോകുമ്പോൾ നോക്കേണ്ടതുള്ളത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് 29 ഏപ്രിലിൽ UGC പുറത്തുവിട്ട പബ്ലിക് നോട്ടീസ് എന്ന് പറയുന്നത്. പിന്നെയുള്ള അവരുടെ പബ്ലിക് നോട്ടീസിൽ പറയുന്നത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കാരണം കുറേ കുട്ടികൾ ഓൾറെഡി വിളിക്കുന്നുണ്ടായിരുന്നു അവരുടെ അടുത്തേക്ക് ഇങ്ങനെ പല ഇഷ്യൂസ് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള പബ്ലിക് നോട്ടീസ് അവർ പുറത്തുവിട്ടു. അത് പ്രകാരം എല്ലാ കാൻഡിഡേറ്റ്സ് അതായത് കംപ്ലീറ്റ് ചെയ്യാത്ത എല്ലാവരും എൻഷുർ ചെയ്യേണ്ടത് 20-ാം തീയതി തന്നെ കൃത്യമായി ക്ലോസ് ചെയ്യും. 11:50 ആയിരിക്കും. 11:50 PM തന്നെയായിരിക്കും നിങ്ങൾക്കുള്ള ലാസ്റ്റ് എൻഡ് ഓഫ് ടൈം എന്ന് പറയുന്നത്. അതിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് എക്സാമിനുള്ള ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് അടച്ച് തീരുന്ന വരെയാണ് ആക്ച്വലി അതിൻ്റെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക. അതിന് മുന്നേ എന്ത് വരെ ചെയ്ത് നിർത്തിയാലും നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ ത്രൂ പറയുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ പിന്നീട് അവർ അതേ ഡേറ്റ് പ്രകാരം പിറ്റേ ദിവസം 8-ന് ഒരു പബ്ലിക് നോട്ടീസ് റിലീസാക്കിയത് നെസസറി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് അതായത് കാൻഡിഡേറ്റ്സ് എന്തൊക്കെ വീണ്ടും നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ സൈഡിൽ നിന്ന് കരുതിയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഒരു ആപ്ലിക്കേഷനാണ്. മുമ്പേ പറഞ്ഞ ആപ്ലിക്കേഷൻ പ്രകാരം പറഞ്ഞ പോലെ ഒരു ആപ്ലിക്കേഷനാണ് പറ്റുള്ളൂ. മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ സെയിം സബ്ജക്റ്റിന് വേണ്ടി കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് റിജക്റ്റ് ആവും. പിന്നെ കാൻഡിഡേറ്റ്സ് കെയർഫുള്ളി സെലക്ട് ചെയ്യണം. കാരണം വൺസ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ, അതായത് സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. വീണ്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് റിജക്റ്റ് ആവുകയായിരിക്കും ചെയ്യുക.
കാൻഡിഡേറ്റ്സ് മസ്റ്റ് എൻഷുർ ദാറ്റ് ഓൾ ഡീറ്റെയിൽസ് എൻറ്റേർഡ് ഇൻ ടു ദി ആപ്ലിക്കേഷൻ ഫോം ആർ ആക്യുറേറ്റ് ആൻഡ് കംപ്ലീറ്റ്. ഞാൻ പറഞ്ഞ പോലെ ആക്യുറേറ്റും കംപ്ലീറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് NTA യുടെ വെബ്സൈറ്റ്, ugcnet.nta.nic.in. പിന്നീട് വന്നിരുന്ന പബ്ലിക് നോട്ടീസ് എന്ന് പറയുന്നത് 9th വന്ന പബ്ലിക് നോട്ടീസ് ആയിരുന്നു. അത് വിഷ്വലി ഇമ്പയർഡ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയുള്ള ഒരു നോട്ടീസായിരുന്നു. കാര്യം നമുക്കറിയാം, നിലവിലത്തെ, അതായത് മുൻപൊക്കെ അറ്റൻഡ് ചെയ്ത അല്ലെങ്കിൽ മുൻപ് രജിസ്റ്റർ ചെയ്തവർക്കാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഇപ്പോഴത്തെ നിലവിലത്തെ ആപ്ലിക്കേഷനിൽ ഒരുപാട് സ്റ്റെപ്പുകൾ അപ്ലൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ചേഞ്ചസ് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. പല ഫെസിലിറ്റീസ് അവർ പുതിയതായി NTA കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ് എന്താണ് ഫേഷ്യൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്, അതായത് ലൈവ് ഫോട്ടോഗ്രാഫ് പോലുള്ള കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ലൈവ് ഫോട്ടോഗ്രാഫ് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ ഓൾറെഡി നമുക്കൊരു മെയിൽ ID തന്നിട്ടുണ്ട്, ugcnet@nta.ac.in. ആ ഒരു മെയിൽ IDയിലേക്കാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവ് ഫോട്ടോഗ്രാഫ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അത് സെൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും കാൻഡിഡേറ്റിൻ്റെ പേരും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ നമ്മുടെ ഈ സ്ലൈഡിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കാം. അതുപോലെ തന്നെ ഇമെയിൽ IDയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇമെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വറീസ് അയക്കാം. ആരെങ്കിലും എന്തെങ്കിലും സാഹചര്യത്തിൽ സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒപ്പം നിങ്ങൾക്ക് ഈ കമൻറ്റ് സെക്ഷനിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തതായി വന്ന പബ്ലിക് നോട്ടീസ് എന്ന് പറയുന്നത് വീണ്ടും കംപ്ലീഷൻ, അതായത് ഡിജിലോക്കർ പോലുള്ള ഇഷ്യൂസ് കാരണം മുന്നോട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത കാൻഡിഡേറ്റ്സിന് വേണ്ടിയുള്ള ഒരു പബ്ലിക് നോട്ടീസായിരുന്നു. അതായത് അവർ ഇനിഷ്യലി ഒക്കെ നമ്മുടെ പബ്ലിക് നോട്ടീസ് പ്രകാരം പറഞ്ഞ പോലെ 20 മെയ്യോട് കൂടി എന്താണ് നമ്മുടെ എക്സാമിനുള്ള ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്യുവാണ്. അവർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഉദ്ദേശമൊന്നും തന്നെ നമ്മൾ കാണുന്നില്ല. കാരണം അവർ ഓരോ പബ്ലിക് നോട്ടീസിലും അവർ പറയുന്നുണ്ട് 20 മെയ്യോട് കൂടി അവരുടെ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് അവർ ക്ലോസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സും എന്താണ് കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഫിൽ ആൻഡ് സബ്മിറ്റ് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം പേയിങ് ദി പ്രിസ്ക്രൈബ്ഡ് എക്സാമിനേഷൻ ഫീ. പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ കാറ്റഗറി വൈസുള്ള എക്സാം ഫീ അടച്ചുകൊണ്ടുള്ളത് എല്ലാ സ്റ്റെപ്പുകളും കഴിഞ്ഞ് നിങ്ങൾ പേയ്മെൻറ്റോട് കൂടി കംപ്ലീറ്റ് ചെയ്യണം. ഡൗൺലോഡ് ആൻഡ് റീറ്റെയിൻ ദി കൺഫർമേഷൻ പേജ് ഫോർ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി ഏറ്റവും ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കിട്ടുന്ന കൺഫർമേഷൻ പേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് പ്രൊസീജിയർ പിന്നെ വരുന്ന അനക്സർ 1 ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പിന്നീട് പറയുന്നത്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു ചെക്ക് ഓൾ ദി ഡീറ്റെയിൽസ് ഫിൽ ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കെയർഫുള്ളി ബിഫോർ മേക്കിംഗ് ദി ഫീ പേയ്മെൻറ്റ് ആസ് നോ ചേഞ്ച് ഷാൽ ബി പെർമിറ്റഡ് ലേറ്റർ. അപ്പോൾ കാൻഡിഡേറ്റ്സ് എല്ലാ വിവരങ്ങളും ഒന്നോടെയും, അതായത് ഫുള്ളി സബ്മിറ്റ് ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് കൃത്യമായി എല്ലാം ഉറപ്പാണെന്നുള്ളത് നിങ്ങൾ വരുത്തണം. കാരണം അതിനുശേഷം ഒരു ചേഞ്ചസും നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. Attention may be given to details such as name, father's name, mother's name, social category, PWD status, difficulty in writing status, scribe requirement status, subject opted and exam city choices selected by the candidate. ഇത്രയും കാര്യങ്ങൾ കൃത്യമായും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായും വീണ്ടും റീചെക്ക് ചെയ്തിരിക്കണം. Candidate should ensure that all information is correct and complete before final submission of the application form. It is reiterated that only candidates who have successfully paid the fee will be considered as having the completed the application process. അപ്പോൾ അതായത് ഫുള്ളി പേ ചെയ്ത് ഫുള്ളി കംപ്ലീറ്റ് ആക്കിയ ആപ്ലിക്കേഷൻ മാത്രമേ സക്സസ്ഫുൾ ആവുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഫുള്ളി പേ ചെയ്ത് കൺഫർമേഷൻ പേജ് വരെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതാണ് അതിൻ്റെ ഒരു പ്രോസസ് കംപ്ലീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇവിടെ അവരുടെ സൈഡിൽ നിന്ന് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ പബ്ലിക് നോട്ടീസിൽ പറയുന്നുണ്ട്. എങ്ങനെ പോർട്ടലിൽ ആക്സസ് ചെയ്യാം, എങ്ങനെ ഡിജിലോക്കർ രജിസ്റ്റർ ചെയ്യാം, ന്യൂ യൂസേഴ്സ് എങ്ങനെ ചെയ്യണം, എക്സിസ്റ്റിംഗ് യൂസർ എന്ത് ചെയ്യണം, പിന്നെ എന്താണ് കൺസെൻറ്റ് ആൻഡ് ഫോം സബ്മിഷൻ അതെങ്ങനെയാണ് നടത്തേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓൾറെഡി പറയുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലോ ചാർട്ടൊക്കെ തന്നിട്ട് എങ്ങനെയാണ് നിലവിലത്തെ പുതുതായി പോകുന്ന UGC നെറ്റിൻ്റെ അതായത് 2026 UGC നെറ്റിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഒരു ഗ്രാഫ് വൈസ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇനി അടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കും. നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ ചെയ്തു പോവുക. ഇനി നമുക്ക് ദിവസങ്ങൾ അധികമില്ല ഫ്രണ്ടിൽ. ഒരുപാട് ക്ലോസ് ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു ടൈമിലേക്ക് നിങ്ങൾ നിൽക്കരുത്. കാരണം വീണ്ടും നമ്മുടെ സൈറ്റിന് ഓൾറെഡി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഇനിയും ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് അങ്ങ് ക്ലോസ് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കി നിങ്ങളുടെ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ആക്കി വയ്ക്കുക. അപ്പോൾ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന പോർഷനാണ്.
അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ട് അത് നെക്സ്റ്റ് പാർട്ടായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസും മറ്റുമായിട്ട് നമ്മൾ ഇനിയും നമ്മുടെ ഈ ചാനൽ ത്രൂ വരുന്നതാണ്. മറ്റ് നമ്മുടെ ചാനൽസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസായ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ അവൈലബിൾ ആണ്. അതുകൂടാതെ നമ്മുടെ വാട്സപ്പ് ചാനൽസ് മറ്റ് ലിങ്കുകളും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും മറ്റ് പുതിയ അറിവുകളുമായി നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ.